പൊന്നിൻ കാണിക്കുന്ന അടിമുടി പൂത്തൊരുങ്ങും ചന്തം മീനുങ്ങണ മിന്നൽ കൊടിയാരിവളേ കനവിലോ. മലയാളികളുടെ സിത്തുമണിയാണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്നത്. മുതിരിയും നേരത്ത് പൊന്നണിയും നേരത്ത് അഞ്ഞൊരുങ്ങാതിരിക്കുന്ന നേരത്ത് ആ ഒരു ഭാഗണ്ടേ, കുറച്ചിങ്ങനെ ടങ് ട്വിസ്റ്റിംഗ് തെറ്റാറുണ്ട് ചിലപ്പോഴൊക്കെ. 11 നടുപ്പേജ് കീറിയിട്ടുണ്ട്. അപ്പൊ അത് കുറയ്ക്കായിരുന്നു എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു നിമിഷ നേരത്തെ തീരുമാനത്തിലാണുള്ളത് മുഴുവൻ കിടക്കണേ. ഇതിനൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സ്വഭാവം ഉള്ളതുകൊണ്ട് എല്ലാരും അതിട്ട് കേട്ട് ട്രോൾ ചെയ്ത് തമാശ പറഞ്ഞ്. പക്ഷെ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏലേലം കിളിയിലെ റാപ്പ് പോലെയാണോ അത്? ഒരു ടങ് ട്വിസ്റ്റർ എന്നേ ഉള്ളൂ, റാപ്പ് പോലെ ഇല്ല. ആരി പൊടി ഉരി ഉരി അളന്നിട്ട് തരി കളഞ്ഞിട്ട് പൊടി കളഞ്ഞിട്ട് കഴുകിയിട്ടിട്ട് തിളയ്ക്കുമ്പോ തവി മറക്കല്ലടി. അങ്ങനെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരോട് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ആണോ? ഇന്നവേ ആണ്. ഇന്നവേ അല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് നല്ല ടാലൻസിനെ നമ്മൾ അതുവഴി കാണുന്നുണ്ട്. കോമ്പറ്റീഷന്റെ ഒരു പ്രഷറോ ഒരു അതൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർ അതിന് ചെയ്യും ചെയ്യരുത്. കാരണം ചിലപ്പോൾ നേരെ നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും. ഒരാൾ നശിച്ചു പോകാനും അത് ധാരാളമാണ്. അവിടെയാണ് അത് നിക്കണേ. ചെരാതുകൾ ആണെങ്കിൽ ഒരു മിഡിലാണ് നിക്കണേ. അതല്ല ഇപ്പൊ താഴത്തെ റേഞ്ചിലുള്ള പാട്ടാണെങ്കിൽ അവിടെയാ. അതുകൊണ്ടാണ് അങ്ങനെ. അല്ല എന്റെ ശബ്ദത്തിൽ ഞാൻ അങ്ങനെ ഒരു ഗിമ്മിക്കോ മാറ്റണമൊന്നുമില്ല. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാഛായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരം. Star Jam presented by Kalyan Jewellers. Kalyan Jewellers Anokhi Uncut Collections. Anokhi Collections le pastel stone jewelry series will go well with designer work. Sure item ningalagum party star. ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊരു വാക്കാണ് സുട്ടുമണി. പക്ഷെ മലയാളികളുടെ സിത്തുമണിയാണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്നത്. സിംഗർ, മ്യൂസിഷ്യൻ സിത്താര, വെൽക്കം ടു കല്യാൺ ജുവല്ലേഴ്സ് പ്രസന്റ് സ്റ്റാർ ജാം. എന്തൊക്കെയുണ്ട്? ഈ പേരെപ്പോ തൊട്ട് വീണു തുടങ്ങിയ സിത്തുമണി? അതൊരു ടെലിവിഷൻ ഷോയില് ഇങ്ങനെ ചെറിയ കുട്ടികളുള്ള ഷോയില് അവരോട് എന്തോ ഇങ്ങനെ സിത്തുമണി എന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ ഞങ്ങൾ 4 പേരും കൂടി ഉള്ളത് വിധുചേട്ടനും റിമിയും ജോത്സ്നയും ഞാനുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതിലും ഈ പറഞ്ഞ മാതിരി എല്ലാവർക്കും ഓരോ കുട്ടി പേരിട്ടപ്പം ജോ ബേബി, വിധു അണ്ണൻ, റിമു, അപ്പൊ പിന്നെ എന്നെ സിത്തുമണി എന്നുള്ള സിത്തുമണി സുട്ടുമണിയാണോ? സുട്ടുമണി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇപ്പൊ എന്താണ് മ്യൂസിക്കലി എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? മ്യൂസിക്കൽ ലൈഫ് എങ്ങനെയുണ്ട്? ഏലേലം കിളി പാറി പറന്ന് പോയോ? എവിടെയൊക്കെ പോയി? ഏലേലം കിളി ഒരു എന്താ പറയാ നല്ല റെസ്പോൺസ് ഉണ്ടാക്കി തന്നു. എസ്പെഷ്യലി തമിഴിലൊക്കെ ആയിരുന്നല്ലോ ആദ്യത്തെ വേർഷൻ ഇറങ്ങിയത്. അപ്പൊ അത് കുറെ പേര് അങ്ങനത്തെ എന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ആ ഒരു ലാർജ് സ്കെയിലിൽ ഒരു പാട്ട് അങ്ങനെ ബാൻഡിന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളുടെ ഒരു പ്രമൈസസിലൊക്കെ നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു പാട്ടുകളാണ് ഷൂട്ടൊക്കെ ഉള്ളത്. ഇതിങ്ങനെ പുറത്ത് പോയി ഷൂട്ട് ചെയ്യുക, ഒരു സിനിമ പോലെ ചെയ്യാന്നൊക്കെ ഉള്ളത് ഒരു എപ്പോഴെങ്കിലൊക്കെ വരുന്ന സ്വപ്നം ഉണ്ടാവില്ല. അങ്ങനെ ഒന്നാണ്. അപ്പം മഞ്ജു ചേച്ചിയുടെ ഒരു അസോസിയേഷൻ വന്നതോടെ അത് ആ ഒരു സ്കെയിലിലേക്ക് മാറി. അപ്പം അതിൻ്റെ കുറേ സന്തോഷങ്ങളുണ്ട്. പിന്നെ അതിനിടയിൽ ഇങ്ങനെ കീരവാണി സാർ ഇങ്ങനെ ഒരു വന്നിരുന്നു. കീരവാണി സാർ നിങ്ങളുടെ ജാമിങ് സ്റ്റുഡിയോയിൽ വന്നു, വീഡിയോ ഉണ്ട്. എന്തിനാ പുള്ളി? ആക്ച്വലി സാറ് മുമ്പൊരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് വഴി പറഞ്ഞിട്ട് ഈ ചായപ്പാട്ട് ഇതിനെ പറ്റി വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്റ്റാർ സിംഗറിന്റെ ലോഞ്ച് എപ്പിസോഡിൽ വന്നപ്പോഴും സാർ ഇങ്ങനെ ഒന്ന് സൂചിപ്പിച്ചു. അപ്പൊ വളരെ നമുക്ക് സന്തോഷം. അങ്ങനെ ഈ പാട്ടിനോടുള്ള ഇഷ്ടം ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് അത്രയും മുമ്പ് ചെയ്ത പാട്ടല്ല അത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ളൊരു ഇതാണ്. ഇൻഡിപെൻഡന്റ് ട്രാക്കുകൾ ചെയ്യണം, അങ്ങനത്തെ പാട്ടുകൾ കൂടുതൽ ചെയ്യണം എന്നൊക്കെ മുമ്പ് ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് എനിക്ക് കഴിഞ്ഞ മാസം അദ്ദേഹത്തിന്റെ അവിടെ നിന്ന് ഒരു കോള് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അദ്ദേഹം ഇൻഡിപെൻഡന്റ് സോങ്സ് പല സിംഗേഴ്സിനെയും ബാൻഡ്സിനെ വെച്ചിട്ട് ചെയ്യുന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പം അതിൽ ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് തന്നെ പെട്ടെന്ന് വർക്ക് ചെയ്തിട്ട് ഒരു പാട്ട് ചെയ്യുന്നു, ഒരു തീം പറഞ്ഞിട്ട് ആ പാട്ടിന് വരികളുണ്ടായി, അത് കമ്പോസ് ചെയ്ത് പാടി ഷൂട്ട് ചെയ്ത് തിരിച്ചു പോകണം 2-3 ദിവസത്തിന്റെ ഉള്ളിൽ. അപ്പം അതിനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കത് വിശ്വാസമൊന്നും ആയിരുന്നില്ല കംപ്ലീറ്റ്ലി. ഓക്കെ, പിന്നെ പെട്ടെന്ന് നമ്മുടെ ടീമിനൊക്കെ ആയിട്ട് സംസാരിച്ച് സാർ അതൊരു സ്കെഡ്യൂളൊക്കെ പറഞ്ഞു. അപ്പോൾ VK ഹരിനാരായണൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാർ ഒരു തീം പറഞ്ഞപ്പോൾ ഞാൻ ഹരിയേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു മലയാളത്തിൽ. അതായത് ഓരോ സ്ഥലത്തും ഓരോ ലാംഗ്വേജിലാണ് തോന്നുന്നു സിംഗേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പം സാർ പർട്ടിക്കുലർലി പറഞ്ഞു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മ്യൂസിഷ്യൻസ് ഉണ്ടായിരുന്നു, അവർ തന്നെ വായിക്കണം.
ബാൻഡ് മെമ്പേഴ്സ് ആണോ? ബാൻഡ് മെമ്പേഴ്സ്. അപ്പം സാറ് വന്നപ്പോൾ ഞങ്ങൾക്ക് നമ്മൾ കേൾക്കുന്നത് ഫുള്ളി ലാർജർ ദൻ ലൈഫ് സാധനങ്ങൾ ചെയ്ത ഒരാളെല്ലേക്കാണ്. അപ്പം ജാം റൂമിലേക്ക് വന്ന് ഞങ്ങളുടെ അവിടെ തന്നെ ഇരുന്ന് നോട്ട്സും നൊട്ടേഷൻസൊക്കെ അതൊരു പഴയ സിസ്റ്റത്തിൽ ഇതൊക്കെ പറഞ്ഞു തന്ന് അപ്പം തന്നെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി അപ്പം തന്നെ റെക്കോർഡ് ചെയ്തു. പിന്നെ നമ്മൾ ചോദിക്കുന്ന ഞങ്ങളുടെ മ്യൂസിഷ്യൻസ് ഒക്കെ ഇന്ററാക്ട് ചെയ്ത് ചോദിക്കുന്ന എല്ലാ ചെറിയ സംശയങ്ങൾക്കും പറഞ്ഞു കൊടുത്തു. അതാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത്. അതെ. പിറ്റേ ദിവസമായപ്പോൾ അതിന്റെ ഷൂട്ടും തീർത്ത് അദ്ദേഹം തിരിച്ചു പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളിങ്ങനെ ശരിക്കും സംഭവിച്ചത് തന്നെയാണ്. അങ്ങനെ അതൊരു ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് പിന്നെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇൻഡിപെൻഡൻറ്റ് ട്രാക്കുകൾ കൂടുതൽ ഈ സിനിമ മ്യൂസിക് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യണം, അതെങ്ങനെ ഫ്രീക്വൻസിയിൽ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ. ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരാളാണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. എല്ലാം കേൾക്കുന്നുണ്ട്. അതെപ്പോഴാണ് മനസ്സിലാവണേ. അതായത് ഏറ്റവും പുതിയ കാര്യങ്ങൾ മുതൽ ഏറ്റവും പഴയ പാട്ടുകൾ വരെ ശരിക്കും എന്തൊക്കെയാ ഇൻഡസ്ട്രിയിൽ സംഭവിക്കണം എന്നുള്ളതിന് ഭയങ്കര അപ്ഡേറ്റ് ആയിട്ട് അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാൾ. ഇപ്പം നമ്മളിപ്പം ഞങ്ങളുടെ കൂടുതൽ മ്യൂസിഷ്യൻസ് അവരുടെ ലിസണിങ്ങിലുള്ള കാര്യങ്ങളൊക്കെ കേൾപ്പിക്കുമ്പോൾ പോലും അദ്ദേഹം അതിനെപ്പറ്റി ഭയങ്കര കൃത്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും. പുള്ളി ഒരു മ്യൂസിക്കായിട്ട് വന്നേക്കാണോ? ട്രാക്ക് അദ്ദേഹം ഹരിയേട്ടൻ എഴുതിയ വരികൾക്ക് ഒരു മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ അടുത്തുനിന്ന് വന്നിട്ട് പറഞ്ഞു കൊടുത്തു. പിന്നെ സ്ട്രിങ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞങ്ങള് പഴയ സിസ്റ്റം ആക്ച്വലി കണ്ടിട്ടില്ല. അതായത് പാർട്സ് കൊടുത്ത് നൊട്ടേഷൻസ് കൊടുത്ത് എല്ലാവരും ഒരുമിച്ച് വായിക്കണമെന്ന്. അപ്പം നമ്മുടെ കൂടെയുള്ള ഒരു മ്യൂസിഷ്യൻ ശ്രീനാഥ് ചോദിച്ചു, സാർ എങ്ങനെ ഈ ഒബ്ലിഗാറ്റോസ് ഒക്കെ അറേഞ്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ സാർ ഓക്കെ സ്ട്രിങ് സെഷൻ വരുമ്പോൾ നിങ്ങൾ വരൂ കാണാമെന്ന് പറഞ്ഞിട്ട് അപ്പോഴും നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യണേ. അപ്പം അതൊക്കെ ഭയങ്കര നല്ലൊരു. ഇപ്പൊ സിത്താരയുടെ മ്യൂസിക് ലൂപ്പിൽ കേട്ടോണ്ടിരിക്കുന്ന പാട്ട് ഏതാന്ന് വെച്ചാൽ ഏത് പറയും? അല്ലെ മനസ്സിലുള്ള പാട്ട്? ഞാൻ അങ്ങനെ റാൻഡം ലിസ്റ്റ് കേൾക്കുന്ന ആളാണ്. ചില സമയത്ത് ഞാൻ ഒരു ലിസണർ എന്നുള്ള രീതിയിലാവും കൂടുതൽ പാട്ട് കേൾക്കണ ഒരു ഫേസ് ഉണ്ടാവും. ഇപ്പൊ ഇങ്ങനെ കുറച്ചും കൂടി ഞാൻ പ്രാക്ടീസ് ഒക്കെ ചെയ്യണേ നമ്മുടെ ഒരു അങ്ങനത്തെ ഒരു സമയം. കുബൂൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ പഴയ ഗസൽസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മള് കുറെ നാളായിട്ട് ഞാനത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഗസൽസിന്റെ ഒരു ലിസണിങ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എടുത്തിട്ട് പണ്ട് പിന്നെ ഈ പാക് ടി വിയിലെ നിഖാർ അങ്ങനെ കുറെ യൂട്യൂബ് വീഡിയോസ് അതൊക്കെ ഇങ്ങനെ. നേരത്തെ പറഞ്ഞ യുദ്ധം ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിനെ മ്യൂസീഷ്യൻസിനെ ലൈവ് പെർഫോമൻസിനൊക്കെ ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? അത് ഇങ്ങനത്തെ ഒരു ക്രൈസിസ് വരുമ്പം അതെന്തോ ആവട്ടെ, യുദ്ധം മാത്രമല്ല, നമ്മളിപ്പം കോവിഡ് വന്ന സമയത്താവട്ടെ അല്ലെങ്കിൽ ഈ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുമ്പം ഏറ്റവും ആദ്യം നമ്മൾ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾക്കാണല്ലോ നമ്മൾ അവരുടെ അതിന് പണം വഴിമാറ്റി ചെലവഴിക്കുക. അപ്പം എന്റർടൈൻമെന്റ് ആണ് ആദ്യം വിഡ്രോ ചെയ്യുക. അപ്പം സ്വാഭാവികമായിട്ടും അതൊരു അവശ്യമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ കോവിഡിന്റെ ഒക്കെ സമയത്ത് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ആക്ച്വലി ഈ മെന്റൽ ഹെൽത്തിനെയൊക്കെ ഒരുപാട് സഹായിച്ചതും ഇത്തരത്തിലുള്ള എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് ഒക്കെയാണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താ വെച്ചാൽ എല്ലായിടത്തും ഒരു ക്രൈസിസും ആളുകളൊരു സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തിലും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് കുറേ ഷോകളൊക്കെ കുറഞ്ഞിട്ടുണ്ട്, കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും. പിന്നെ ഈ യാത്രയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മുമ്പുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാരണം അതുവഴിയുള്ള യാത്രകളും ഒക്കെ ഒരു പ്രയാസമായിരുന്നു. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു ചെറിയ ക്രൈസിസ് ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ട്. ജനറലി എല്ലാത്തിനെയും ബാധിച്ചില്ലേ, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ഹോട്ടലുകളിൽ ഒക്കെ അങ്ങനെ വരുന്നൊന്നേ ബാധിക്കുന്ന ഊഹിച്ചിട്ടില്ലല്ലോ. അപ്പൊ അത് സംഭവിച്ചിട്ടുണ്ട്. ലൈവ് ഷോസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ മെല്ലെ പതിയെ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ ലൈവ് ഷോസ് ആയിട്ട് പോകാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും പോകില്ല എന്ന് വിചാരിച്ച് എവിടെയെങ്കിലും പോയി ലൈവ് ഷോ ചെയ്തിട്ടുണ്ട് മലയാളികൾക്കിടയിൽ? ഹോങ്കോങ്ങിലൊക്കെ ഹോങ്കോങ്ങിലൊക്കെ അങ്ങനെയൊന്നും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറെ സ്ഥലത്ത് ഇന്തോനേഷ്യയിൽ പോയത്. പിന്നെ ഈ US പോകുമ്പോൾ തന്നെ അവിടെ തന്നെ ഏറ്റവും മെക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അത് ഓൾമോസ്റ്റ് മെക്സിക്കോന്റെ ഒരു ബോർഡറാ, ഒരു മതിലിന്റെ അപ്പുറം മെക്സിക്കോ ആണ്. അപ്പൊ അവിടെയൊക്കെ നമ്മളിപ്പോ അങ്ങനെ സ്ഥലം ഉണ്ട് തന്നെ അറിയണത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് മലയാളികൾ ഓർഗനൈസ് ചെയ്യുന്ന മലയാളികൾ നിറയുണ്ട് എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അപ്പൊ ബോട്സ്വാനയിൽ പോയിട്ടുണ്ട് ഞാൻ. അവിടേക്ക് ഇത്രയും മലയാളികൾ ഉണ്ട് എന്നുള്ളതൊന്നും നമ്മള് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട് അത് കാരണം അവിടെ നിന്നൊക്കെ. മഞ്ജു വാര്യർ എങ്ങനെയാ അതിലേക്ക് വരുന്നത്? എല്ലാരും ചോദിക്കുന്ന ചോദ്യമാണ്. ഏലേലങ്കിളിലേക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ജു ചേച്ചി. ഞങ്ങളൊരു സൗഹൃദത്തിൽ ഞാൻ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ എപ്പോൾ കാണുമ്പോഴും ചേച്ചി വളരെ വാമായിട്ട് പെരുമാറുന്ന ആളാണ്. ചേച്ചി ജനറലി അങ്ങനെയാണല്ലോ, എല്ലാവരുടെ അടുത്തും ഭയങ്കര
വാമായിട്ട് പോയി. അപ്പം ഇങ്ങനത്തെ ഒരു പാട്ട് ചെയ്തപ്പം ഞാൻ വെറുതെ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ തന്നെ പറഞ്ഞേ, മഞ്ജു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഞാൻ രണ്ടും കൽപ്പിച്ച് വെറുതെ ചോദിച്ചു നോക്കട്ടെ പറഞ്ഞിട്ട് ഞാൻ ചേച്ചിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനൊരു പാട്ടുണ്ട്, ചേച്ചിയുടെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ ചേച്ചി അപ്പം തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് റെസ്പോണ്ട് ചെയ്തത്. പിന്നെ അവരുടെ ഒരു ടീമിൽ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ തന്നെയാണ്. ആനന്ദ് മേനോനൊക്കെ ഇപ്പോൾ ചേച്ചിയുടെ പുതിയ പടം ആനന്ദാണല്ലോ ചെയ്യണേ. അപ്പം ആനന്ദും അവരുടെ മൊത്തം പ്രൊഡക്ഷനിലും ഗ്രോ 11 അവരെല്ലാരും കൂടി അസോസിയേറ്റ് ചെയ്തിട്ട് പിന്നെ അവർ തന്നെയാണ് ഞങ്ങളെ മൊത്തം ഗൈഡ് ചെയ്ത് തന്നതൊക്കെ. അതെ അതെ. കറക്കം പിന്നെ വേറൊരു പാട്ടാണ് ഇപ്പം കറങ്ങിക്കൊണ്ടിരിക്കുന്ന പാട്ട്. കറക്കം കുറച്ചായി പാടിയിട്ട്. ഇൻഫാക്ട് ഞാൻ അത് ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ എന്താ വെച്ചാൽ എല്ലാ പാട്ടിന് ഫുൾ സോങ് അല്ലല്ലോ, ഒരു ഹുക്ക് ലൈൻ ഒക്കെ ആണല്ലോ കൂടുതലും ആളുകള്. അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെ ഇപ്പൊ ശ്രദ്ധിച്ചപ്പോ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടു, ചിലരൊക്കെ പറഞ്ഞു എന്നെ വിളിച്ചിട്ട്. ഹുക്ക് ലൈൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഹുക്ക് സ്റ്റെപ്പ് എങ്ങനെയാണ്? അതെന്താ വെച്ചാല് ഞാന് ഡാൻസ് ഇപ്പൊ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ പക്ഷെ നമ്മുടെ കൂടെയുള്ള ആരും അങ്ങനെ ഡാൻസ് ഒന്നും കളിക്കുന്നവരല്ലേ. അപ്പൊ അതിന്റെ ഒരു രസം, ആവേശം. ശ്രീജിത്ത് സാറാണ്, ഡാൻസ് സിറ്റി ശ്രീജിത്താണ് കോറിയോഗ്രാഫി. പുള്ളി അവിടെ വന്നിട്ട് ചെയ്തു തന്നു. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഇതൊന്നും ഇങ്ങനത്തെ ഒരു ഷൂട്ടൊന്നും അതർവൈസ് ചെയ്യില്ലല്ലോ. ഈ ഫുൾ ക്യാരവനും ബാക്കി സെറ്റപ്പും ഒക്കെ ഒരു സിനിമ ചെയ്യണ പോലത്തെ അതിന്റെ ഒരു കുഞ്ഞ് സ്കെയിലാണ് എല്ലാം ചെയ്യണത്, സെറ്റ് ഇടുന്നതൊക്കെ. അപ്പൊ അതിന് 2-3 ദിവസം ഞങ്ങൾ ശരിക്കും തറോ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റെപ്പ് പഠിക്കുന്നതൊക്കെ ഒരു ടാസ്ക് ആയിരുന്നു എല്ലാവർക്കും. സ്റ്റെപ്പ് എങ്ങനെയാണ്? ഞാൻ ചില പാട്ടുകൾ പറയും, അതിന്റെ ഫേവറേറ്റ് പോർഷൻ പറഞ്ഞത് ഏലെങ്കിലും തുടങ്ങാം. ചേമ്പിലേല് തണ്ണീർ പോലെ ചോരണേ തിരാനിയേ, ആ പോർഷൻ. ബി കെ ഹരിനാരായൺ ഇവർക്കൊക്കെ മ്യൂസിക് അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് ലിറിക്സ് എഴുതിക്കും. മൂസി ഇങ്ങോട്ടാണ് ലിറിക്സ് അയച്ചു തരുന്നത്. അതെങ്ങനെയാണ്? ഇവരോട് സംസാരിക്കോ? അതായത് എനിക്ക് ഞാൻ ഒരു പാട്ട് ചെയ്യുന്നുണ്ട്. ഇല്ല, മോസിന്റെ എന്താ വെച്ചാല് ഈ കോവിഡിന്റെ സമയത്ത് നമ്മൾ എന്തൊക്കെ വർക്കുകൾ ചെറുതായിട്ട് നമ്മൾ ഇരുന്ന് റിമോട്ടഡ്ലി ചെയ്യല്ലേ, വീട്ടിൽ നിന്നല്ലേ ചെയ്യണേ. അപ്പൊ അങ്ങനെയുള്ളൊരു കോൺവെർസേഷന്റെ ഭാഗമായിട്ട് ഒരു വരികളുണ്ട്, അത് നിങ്ങളൊന്ന് വർക്ക് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് തന്ന ഒരു 4 വരിയാ കവിതകളാണ്. അതെ അതെ. അപ്പൊ ആ സത്യത്തിൽ പോയിട്രി തന്നെയാ. അപ്പൊ അത് ഞാൻ ചായപ്പാട്ട് ആദ്യം ട്യൂണായിട്ട് ഉണ്ടാക്കിയപ്പോൾ അത് ആ സമയത്ത് അങ്ങോട്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ റെക്കോർഡ് ചെയ്തതാ. സാധാരണ ഐഫോണിൽ ഗാരേജ് ബാൻഡിൽ ഞാൻ മറ്റേ അലമാരയിൽ തുണിയൊക്കെ മാറ്റി വെച്ച് കറക്റ്റ് സൗണ്ട് പ്രൂഫ് ചെയ്തൊരു ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കി അങ്ങനെ റെക്കോർഡ് ചെയ്ത്. പിന്നെ ശ്രീനാഥിനോട് ഹാർമോണിയം വീട്ടിൽ നിന്ന് വായിച്ച് അയക്കാൻ പറഞ്ഞ് ഞങ്ങളുടെ ഫ്രണ്ട് അത് മിക്സ് ചെയ്ത്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് വേർഷൻ. പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ ഒന്ന് ഈസി ആയപ്പോഴാണ് മറ്റേ റെക്കോർഡ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇടത്തിന് അകത്തന്നെ ഇരുന്നിട്ട് അവിടെയുള്ള കിട്ടുന്ന സാധനമൊക്കെ വെച്ച് വായിച്ച അങ്ങനെ. പിന്നെ ബാക്കിയുള്ള പാട്ടുകളൊക്കെ പിന്നീടാണ്, ജിലേബിയും രസമൊക്കെ പിന്നെ ഓരോ ഘട്ടമായിട്ട് ഇതുവരെ മറ്റേ നമ്മുടെ നടുപ്പേജ് വരെയുള്ള പാട്ടുകൾ ചെയ്ത്. ഹരിയേട്ടൻ്റെ എന്താ വെച്ചാൽ നമ്മളൊരു ട്യൂണൊക്കെ തോന്നും, ഇങ്ങനത്തെ ഒരു ആശയമൊക്കെ തോന്നുമ്പം അയ്യോ അരുതരുത് എന്ന് പറഞ്ഞാൽ അരുതരുത് പറഞ്ഞ വാക്കാണ് എനിക്ക് ഫസ്റ്റ് വന്നത്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഹുക്ക് ലൈൻ അരുതരുത് ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ പറഞ്ഞു ഇത് ഒരു എൻവയോൺമെന്റൽ സാധനം വേണം, ഈ തീം പിടിച്ച് ചെയ്താലും കൊണ്ട് ഹരിയേട്ടന് ട്യൂൺ അയച്ചു കൊടുത്തപ്പം ആളത് തിരിച്ച് വരി കറക്റ്റായിട്ട് അയച്ചു. ഋതു അങ്ങനെ തന്നെ ഒരു തീമും ട്യൂണും ബേസിക് ട്യൂണും പറഞ്ഞു. അപ്പൊ പിന്നെ ബ്രീഫ് കൊടുക്കും. നമ്മളിപ്പോ AI പ്രോംപ്റ്റ് ചെയ്യണ മാതിരിയാ ഹരിയേട്ടൻ്റെ അടുത്ത് പ്രോംപ്റ്റുകൾ കൊടുത്താൽ പുള്ളി നമ്മുടെ മനസ്സിലെന്താണോ അത്. ഈവൻ മനു അങ്ങനെ തന്നെ. പൂമാത എഴുതുമ്പം, പൂമാത ഒരു ലോക്കൽ ലെജൻഡാണ്, അത് നാടൻ ഇതാണ്. അപ്പം അതിനകത്തുനിന്ന് ഈ ഒരു പൂമാതയുടെ കഥ പാട്ടായി വേണം എന്ന് പറഞ്ഞപ്പം മനു അത് പിന്നെ പെണ്ണേന്ന് കൊണ്ട് 2-3 പാട്ടുകളുണ്ട്. പിന്നെ ഇനിയും ചെയ്യാത്തത് കുറേ ഉണ്ട്. പിന്നെ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞതോടെ പിന്നെ നമ്മളൊക്കെ ഓരോ രീതിയിൽ വേറെ തിരക്കിലേക്ക് പോയില്ലേ, അങ്ങനെ പെൻഡിങ് ഉണ്ട് കുറേ പാട്ടുണ്ട്. സത്യത്തിൽ ഞാൻ ചില സമയത്ത് പറയും അങ്ങനെ ഇരുന്നപ്പോഴാണ് കുറച്ചും കൂടി വൃത്തിയായിട്ട് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പൊ പിന്നെ സ്റ്റേജിലേക്ക് പാടാൻ വേണ്ടിയിട്ടുള്ള ഇത് അങ്ങനത്തെ ഒരു ആളുകളെ പെട്ടെന്ന് കൈയടിപ്പിക്കാൻ അവർ മെഡിറ്റേറ്റ് ചെയ്ത് ചെയ്യണ കാര്യങ്ങളൊക്കെ നിന്നു. കാരണം സമയമുണ്ടല്ലോ. പിന്നെ ഇത് നമ്മളൊരു ഉദ്ദേശം വെച്ചല്ലല്ലോ ചെയ്യണേ. ആളുകൾ കേട്ടേക്കാം, നമ്മൾ ഇനി സ്റ്റേജിലേക്ക് പോവോന്നറിയില്ല, അങ്ങനെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പം നമ്മൾ കുറച്ച് റഷാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഒക്കെ കൂടി ആലോചിച്ചിട്ടല്ലേ നമ്മൾ പോവുക. അപ്പോൾ ഓക്കെ അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ഷോസ് ചെയ്യുമ്പം ചിലപ്പോൾ എനിക്ക് ചെയ്യേണ്ട തോന്നിയാലും ഞാൻ ആലോചിക്കും ഓക്കെ എൻ്റെ കൂടെ ഉണ്ടല്ലോ ഒരുപാട് പേര്, അപ്പം ചെയ്യണം എന്ന് വിചാരിക്കും. മ്യൂച്വലി അവരും വിചാരിക്കുന്നുണ്ടാവും. അവർക്ക് വേണ്ട തോന്നിയാലും ഒരു കളക്റ്റീവ് ആവശ്യമാകുമ്പോൾ ചെയ്തേക്കാൻ തീരുമാനിക്കാം. അറിഞ്ഞു വന്നിട്ട് കിരവാണി സാർ ചായപ്പാട്ട് കേട്ടാണ് വന്നത്. ഞാൻ അന്ന് പറഞ്ഞു, അന്ന് അദ്ദേഹം അത് പറഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അടുത്ത ഒരു പാട്ട് ഞാൻ പറയാം, ഇതിലെ ഫേവറേറ്റ് പോർഷൻ പറയണം. ഓക്കെ, കൺകൾ നീയെ. சிவர் மீது கிறுக்கிடும் போது ரவிவர்மன் நீ
பசி என்றால் தாயிடம் தேடும் மானிட மர்மம் நீ நான் கொள்ளுം ഗർവം നീ. അത് 82 മില്യൺ ആൾക്കാരാണ് കണ്ടേക്കുന്നത് എടുത്തു നോക്കുമ്പോ യൂട്യൂബില്. ഞാൻ ഇങ്ങനെ വിചാരിക്കും അത് ആ പാട്ടിന്റെ ഒരു ക്വാളിറ്റിയാണ്. പാട്ടും എസ്പെഷ്യലി താമര മാമിന്റെ വരികളും അത് കുറേ അമ്മമാര് കുട്ടികൾക്കൊക്കെ ഇതിന് കണക്റ്റ് ആവും, പ്രത്യേകിച്ച് അമ്മമാരായിട്ടുള്ളവർക്ക് എവിടേക്കോ ഭയങ്കരമായിട്ട് അത്. അപ്പൊ അതുകൊണ്ട് ഈ തമിഴിലാണ് അതിന്റെ കമന്റ്സ് ഫുള്ളേ. ഞാൻ അതിന്റെ ട്രാൻസ്ലേഷൻ ഓണാക്കിയിട്ടത് എന്ത് ചീത്തയാണോ എന്നല്ല എന്താന്ന് അറിയില്ല, നമുക്ക് വായിക്കാൻ അറിയില്ലല്ലോ. അപ്പൊ എല്ലാരും ഇങ്ങനെ പറയും, ഞങ്ങൾ ഇപ്പോഴും കേട്ടു. എല്ലാ ഒരു ദിവസം നോക്കിയാലും പുതിയ കമന്റ്സ് ഉണ്ടാവും അതില്. അപ്പൊ അത് ആ ഒരു ക്രാഫ്റ്റിന്റെ പ്രത്യേകതയാ ഭയങ്കര. അവിടെ ചെല്ലുമ്പോഴും ഒക്കെ തമിഴിൽ ഞാൻ വളരെ കുറച്ചേ പാടിയിട്ടുള്ളൂ, പക്ഷെ ഈ പാട്ടിനൊരു ഭയങ്കരമായിട്ടുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. അതില് ഒരു വരിയുണ്ട്, പൂതിരികും നേരത്ത് പൊന്നണിയും നേരത്ത് അണിഞ്ഞൊരുങ്ങാതിരിക്കുന്ന നേരത്ത്. ആ ഒരു ഭാഗമുണ്ടേ, അത് കുറച്ചിങ്ങനെ ടങ് ട്വിസ്റ്റിങ്. അപ്പൊ ഞാൻ സ്റ്റേജിൽ പാടുമ്പോൾ ഇവന്മാർ ചിരിക്കും എന്റെ കൂടെ നിന്നിട്ട്, എനിക്ക് തെറ്റുന്നുണ്ടോ എന്ന് അറിയാനേ. പിന്നെ വന്നല്ലോ ഫീലിങ്സോ, അത് വരുമ്പോ ഒരു ഭയങ്കര ആ പാട്ട് ഭയങ്കര ഹാപ്പി അല്ലേ. അപ്പൊ തെറ്റാറുണ്ടോ ചിലപ്പോഴൊക്കെ ആദ്യം എങ്ങനെ വെച്ചാൽ വരികൾ നോക്കണമായിരുന്നു എനിക്ക്, പിന്നെ ബൈഹാർട്ടാവും കുറച്ച് കഴിയുമ്പോൾ. ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ഞാൻ ലൈറ്റ് കൂടി അടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ടാബിൽ ഇത് കാണില്ല, ഞാൻ എന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ അപ്പോഴൊക്കെ തെറ്റല്ലേ എന്ന് വിചാരിച്ചൊരു സ്പീഡിൽ. പിന്നെ പ്രത്യേകിച്ച് തെലുഗു ട്രാൻസ്ലേറ്റ് എഴുതുമ്പോഴുള്ള മലയാളം അങ്ങനെ ഒരു അതിനനുസരിച്ച് എഴുതുന്നതായിരിക്കുമല്ലോ, കുറച്ച് റൈമിംഗ് ഒക്കെ കറക്റ്റ് ആവാൻ വേണ്ടി. അത് സിജു തുറവൂർ അദ്ദേഹം എഴുതിയിരിക്കണേ. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ പാടുമ്പോൾ ചിലപ്പോൾ വായം തിരുത്ത്, ഞാൻ തിരിഞ്ഞു നിന്നിട്ട് ഞാൻ ഇതൊക്കെ ഊതും. ആൾക്കാരറിയില്ലല്ലോ, അല്ലല്ല അവര് പെട്ടെന്ന് തിരക്കിൽ കേൾക്കില്ലല്ലോ. എങ്ങനെയാ പോർഷൻ എങ്ങനെയാ? പൂതിരികും നേരത്ത് പൊന്നണിയും നേരത്ത് അണിഞ്ഞൊരുങ്ങാതിരിക്കുന്ന നേരത്ത്. അത് സൂപ്പർ. ഇത് സ്ക്രീനിൽ കണ്ടായിരുന്നോ? അതൊക്കെ ഒരു വേറൊരു തരം പ്രോജക്റ്റുകളല്ലേ, ഒരു ഭയങ്കര എന്താ പറയാ വലിയ ഗ്രാൻഡ്യൂറിലാണ്. പിന്നെ എന്ന് വെച്ചാൽ അത് റെക്കോർഡ് ചെയ്യണതും അവിടുന്ന് തന്നെയാണ്. ദേവിശ്രീ പ്രസാദ് നേരിട്ട് തന്നെയാണ് ഇത് റെക്കോർഡ് ചെയ്തത്. ഇതും അതെ, മറ്റേ സ്വാമി അതിന്റെ അടുത്ത ഇതിലാണല്ലോ വരുന്നത്, പുഷ്പ 2-ലല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കോൺസ്റ്റന്റ്ലി നമ്മളോട് ചോദിക്കും, ഈ വരികൾ ഇതേ മീനിങ് തന്നെ അല്ലേ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യും. ഇങ്ങനെ എഴുതുന്ന ആളുണ്ട്. അപ്പൊ പിന്നെ കറക്റ്റ് അത് അതേപോലത്തെ സൗണ്ട് ചെയ്യണം എന്നൊക്കെ ഭയങ്കര. അപ്പൊ ആ സ്വാമിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ സ്വാമിയിലൊക്കെ എല്ലാ വേർഷൻസും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് എടുത്തിട്ടുണ്ട് അവർ ടേക്സ്. അപ്പൊ അവര് ഒരു ഫസ്റ്റ് ലാംഗ്വേജ് അത് തെലുഗുവിൽ എങ്ങനെയാണോ അത്ര തന്നെ എഫേർട്ട് ഇട്ടിട്ടാണ് മറ്റത്. പണ്ട് അങ്ങനെയല്ലല്ലോ, പണ്ടൊക്കെ നമുക്ക് ഈ ഡബ് സോങ്സ് പാടാൻ അയച്ചു തരിക ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഏതെങ്കിലും സ്റ്റുഡിയോ ഉണ്ടാവും ഇങ്ങനെ ഒരുമിച്ച് ഈ വർക്കൊക്കെ എടുക്കണേ. അപ്പൊ അവിടുന്ന് ഇങ്ങനെ 1-2 പാട്ടുകൾ ഒരുമിച്ച് കേട്ട് വീഡിയോയിൽ ഇട്ടിട്ടൊക്കെ പാടുക ചെയ്യാം. ഇതങ്ങനെയല്ല, ഇത് നമ്മൾ അവിടെ കൊണ്ടുപോയി അവിടെ പ്രോപ്പർലി അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അവർ ചെയ്യണേ. പിന്നെ എല്ലാ വേർഷൻസും ഹിറ്റും ആവുണ്ടല്ലോ. അടുത്ത പാട്ടിലേക്ക് ഭയങ്കര ഹിറ്റായ പാട്ടാണ് മിന്നൽ വള. തീരത്തെ ഓളങ്ങൾ തീരാത്ത ദാഹത്തിൻ താളങ്ങൾ. പാടുന്ന ആള് മാത്രല്ല നമ്മുടെ ക്രൂവും കണ്ണടച്ചിരിക്കുകയാണ് പാട്ടിൽ അലിഞ്ഞ്. ഓക്കെ, ഇനി അടുത്ത ദി വാവ് സോങ് ഇല്ലേ, അതിലെ ഫേവറേറ്റ് പോർഷൻ? അത് ഏറ്റവും അവസാനമുള്ള പൊന്നിൻ കണിക്കൊന്നായിരിക്കും. പൊന്നിൻ കണിക്കൊന്ന അടിമുടി പൂത്തൊരുങ്ങും ചന്നമീനുങ്ങണ മിന്നൽ കൊടിയാരിവളേ. അവിടുന്ന് അങ്ങോട്ടുള്ളൊരു ഇംപ്രവൈസ്ഡ് വേർഷൻ. അത് റേഡിയോയിൽ ഇടയ്ക്ക് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഇടയ്ക്ക് വാവ് നമുക്കറിയുള്ളൂ. ഓക്കെ, നടുപ്പേജ് കീറി, അതിൽ 11 നടുപ്പേജ് കീറിയിട്ടുണ്ട്. അപ്പൊ അത് കുറയ്ക്കാറുന്നത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് ഒരു നിമിഷ നേരത്തെ തീരുമാനത്തിലുള്ളത് മുഴുവൻ കിടക്കണേ. ഡാപ്സിയാണ് പാടിയത്. അങ്ങനെ 1-2 തവണ ഇങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കണ്ടായിരുന്നു. അപ്പൊ മോഹസിൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പോലെ വെച്ചാലോ എന്ന്. അപ്പൊ അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തു ഞാൻ. എന്നിട്ട് പിന്നെ ചോദിച്ചപ്പോ എന്നോട്, പിന്നീട് ഞങ്ങൾ കണ്ടപ്പോ മോഹസിൻ എന്നോട് ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞ? ഞാനല്ല, നിങ്ങളാണ് പറഞ്ഞത്. അപ്പൊ അത് ശരി ഇപ്പൊ എന്റെ തലയിലായോ ചോദിച്ചു ഞങ്ങൾ തമാശ പറഞ്ഞത്. പക്ഷെ അത് ആ സമയത്ത് ഒരു ഇൻസ്റ്റിങ്ക്റ്റിൽ അത് ശരിയാണെന്ന് തോന്നി അങ്ങനെ ചെയ്തു. പിന്നെ ആ പാട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ, ആ പാട്ട് ആക്ച്വലി ആ നടുപ്പേജ് 11 ആദ്യത്തെ ടീസർ വിടാൻ തീരുമാനിച്ചത് റൈറ്റിംഗ് കമ്പനിയും മോസിനൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ആക്ച്വലി കുറച്ചും ശ്രദ്ധിച്ചത്. വയറലായി ചില പാട്ടുകൾ ചിലപ്പം നല്ല പാട്ടുകളൊക്കെ ശ്രദ്ധിക്കാണ്ട് പോകും. ഇതിനൊരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള സ്വഭാവം ഉള്ളതുകൊണ്ട് എല്ലാവരും അതിട്ട് കേട്ട് ട്രോൾ ചെയ്ത് തമാശ പറഞ്ഞ്. പക്ഷെ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഡബ്സി പാടിയ രീതി.
എന്താ അതിൻ്റെ ഒരു ഭയങ്കര എന്താ പറയുക, അതൊക്കെ വരികൾ കിട്ടിയിട്ടാണല്ലോ നമ്മൾ പാട്ടാക്കുന്നത്. അപ്പം അതിലൊരു നല്ല രസമുള്ളൊരു ഫണ്ണുണ്ടായിരുന്നു. പിന്നെ മോസിൻ്റെ വരിയുടെ ഒരു ഭയങ്കര ഫാനാണ് ഞാൻ. ഭയങ്കര ഒരു പോയിട്രിയും അതിനകത്ത് കുറേ ലേയേഴ്സും ഒക്കെ ഉണ്ടാവും. അതെല്ലാവർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല. ആളുകൾ ഇത് എന്ത് വരികയെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഇത് ഭയങ്കര ഇൻറ്റൻസ് ആണ് പല സമയത്തും. ഞാൻ ഭയങ്കരമായിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ലിറിസിസ്റ്റുകളുടെ ഒരു വലിയൊരു നല്ല കാലമാണ്. ഹരിയേട്ടനാവട്ടെ, റഫീഖ, അൻവർക്കെ പോലെയുള്ള സീനിയേഴ്സ് ഉണ്ട്, ചന്ദ്രേട്ടൻ ഏങ്ങണ്ടിയൂരുണ്ട്, പിന്നെ ഹരിയേട്ടൻ, മനു മഞ്ചത്തുണ്ട്, വിനായക് ഉണ്ട്, സുഹൈലുണ്ട്, മോസനുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള കുറേ പേര്, എത്രയോ ആലോചിച്ചാൽ ഇനിയും ഉണ്ടാവും. അപ്പം ഞാൻ അങ്ങനെ ഓരോരുത്തരും എന്തൊരു ബ്രില്യൻ്റ് ആയിട്ട് അവരൊക്കെ ഇൻഡിപെൻഡൻറ്റ് ട്രാക്കുകൾ എഴുതാൻ സന്തോഷമാണ് അവർക്ക്. അതും ഭയങ്കര ഒരു കാര്യമാണ്. നമുക്കൊരു പാട്ടുണ്ടാക്കണം തോന്നിക്കഴിഞ്ഞാൽ അവരത് വളരെ വില്ലിങ് ആയിട്ട് നിൽക്കുന്നത് ഭയങ്കര കാര്യമാണ്. ഡാബ്സി ഇങ്ങനെ പാടിയപ്പം അപ്പൊ ഇങ്ങനെ മറുപടി കൊടുക്കണ്ടായിരുന്നോ? ഇല്ല, ഡാബ്സി അവിടെ നിന്ന് ഇങ്ങനെ പാടുമായിരുന്നു. അപ്പൊ ഇന്ന് 2-3 പാടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഡാബ്സി അത് റെക്കോർഡ് ചെയ്തു. അപ്പൊ അത് തിരിച്ച് അതിന്റെ ഇപ്പുറത്തെ ഫ്രേസുകൾ ഞാനത് ആഡ് ചെയ്ത് പാടി വെച്ചതാ. അത് കാരണം ഇതൊന്നും കൺക്ലൂഡ് ചെയ്യണമല്ലോ. ഡാബ്സി ഇങ്ങനെ എന്താ പറയാ, ഭയങ്കര പാട്ടിനോട് ഭയങ്കര ആവേശമുള്ള ആളും കൂടിയാണ്. എപ്പോഴും പാടിക്കൊണ്ടിരിക്കുക, പാട്ട് കേട്ടോണ്ടിരിക്കുക, അങ്ങനെയുള്ള. അപ്പം ആ ഒരു പ്രോസസ്സ് ഞങ്ങൾക്കും അറിയില്ലായിരുന്നു സ്റ്റുഡിയോയിൽ എത്തണവരെ എങ്ങനെയായിരിക്കും മൂപ്പരിത് എടുക്കുക, എങ്ങനെ പാടുക എന്നുള്ളതൊക്കെ. ഇപ്പൊ ഡാബ്സിയുടെ ഒരു രീതിക്ക് അങ്ങോട്ട് വിട്ടുകൊടുത്ത് അങ്ങനെ പാടിക്കത്. ഗ്രന്ഥകാരി ഞാനും ഗ്രന്ഥകാരൻ നീയും ഹാജരാകാൻ നാളിലാണ് പുസ്തക പ്രകാശനം, പ്രേമത്തിന്റെ പ്രകാശനം. ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യനായ സിത്താരയ്ക്ക് ലോകത്തിനോട് പറയാനുള്ളത്? ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യനായിട്ട് ഇപ്പൊ ലോകത്തിനോട് എന്താ പറയാ, കുറച്ചൊരു അറ്റൻഷൻ തരണം, കേൾക്കണം. ജനറലി അത്ര തന്നെ, അത് എല്ലാവരും അതും കൂടി കേൾക്കണം എന്നുള്ളത്. ഞാൻ മാത്രമല്ല, ജനറലി ഇൻഡിപെൻഡന്റ് ട്രാക്കുകൾക്ക് അത് വന്നോളും, സ്വാഭാവികമായിട്ടും നല്ലോണം വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ പാടി തുടങ്ങിയ സമയത്തൊന്നുള്ള പോലെയല്ല. ഇപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ ഞാൻ ഈ കോമ്പറ്റീഷനിലൊക്കെ ഈ ജഡ്ജിങ് പാനലിലൊക്കെ ഇരിക്കുമ്പോൾ അറിയാലോ, പുതിയ കുട്ടികളൊക്കെ സിനിമാ പാട്ട് എന്നുള്ളതൊന്നും അവരുടെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യമൊന്നും അല്ല. അവർക്ക് സ്വന്തമായിട്ട് പാട്ടുകൾ ഉണ്ടാക്കണം. അത് ഒരു മീഡിയേറ്ററിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഒരു മീഡിയം എന്ന് പറയുന്നത് നേരിട്ട് ആളുകളിലേക്ക് എത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് വളരെ അതിന്റെ ഒരു സ്വാതന്ത്ര്യം അവര് ശരിക്കും ആസ്വദിക്കുന്നുണ്ട്, അത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതാണ് ശരിക്കും സ്വതന്ത്രമായിട്ടിരിക്കുക എന്നുള്ളത്. മറ്റത് നമ്മൾ അത് എല്ലാത്തിലും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അത് എന്ത് ചെയ്യണം, എന്ത് പാട്ടായിരിക്കണം, ഒരു കൺസ്ട്രെയിൻ ഇല്ല. ഇന്ന വിഷയം, ഇന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. അവരുടെ മനസ്സിൽ തോന്നുന്നൊരു ചെറിയ ആലോചന പോലും പാട്ടാക്കാനുള്ള ഒറ്റ പാട്ടുകൊണ്ട് അത് കയറി കത്താന്ന് പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിലൂടെ കത്തും, റീൽസിൽ വരും. അതെ അതൊരു പാറ്റേൺ ആകുമ്പോൾ അത് വളരെ ഓർഗാനിക് ആയിട്ട് നടന്ന നല്ല കാര്യമാണ്. ഇതിൻ്റെ ഒരു പാറ്റേൺ എന്താ വെച്ചാൽ, ഓർഗാനിക് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് ചുറ്റും ഈ സോഷ്യൽ മീഡിയ ഒരു പാറ്റേൺ അങ്ങോട്ട് ഫിക്സ് ചെയ്യും. അപ്പോൾ ഇന്ന രീതിയിൽ ചെയ്താലാണ് ശരിയാവുക എന്നുള്ളൊരു പാറ്റേണിലേക്ക് ലോക്കായാൽ പെട്ടുപോകും. അപ്പോൾ ഭയങ്കര പ്രഷറാണ് ആൾക്കാർക്ക്. ഈ വ്യൂസും നമ്പറും ലൈക്സും ഡിസ്ലൈക്സും ഈ എന്താ പറയുക കോമൻസ് ഉണ്ടല്ലോ, വളരെ അബ്യൂസീവ് ആയിട്ടുള്ള ഭാഷയിലുള്ള കമൻസും, അതിനൊന്നും ശ്രദ്ധിക്കാണ്ടൊരവസ്ഥയിലേക്കും കൂടി ആ മെച്ചൂരിറ്റിയിലേക്കും കൂടി എത്തിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷെ കുട്ടികൾ അപ്പം അങ്ങനെയാണ് തോന്നുന്നു. പുതിയ കുട്ടികൾ കുറച്ചും കൂടിയൊക്കെ ഇതിന് അത്ര ബോധഡല്ല. നമ്മളുടെയൊക്കെ ഒരു ട്രാൻസിഷൻ സ്ഥലത്തുള്ള ആൾക്കാരില്ലേ, ഞങ്ങളൊക്കെ പെട്ടിട്ടുള്ളത്. നമ്മൾ പഴയതാണോ വെച്ചാൽ പഴയതും അല്ല, പുതിയത് ഇടയ്ക്ക് പെട്ടു. അപ്പൊ നമ്മള് കുറേ ഇങ്ങനത്തെ പ്രഷറുകൾ എടുത്തിട്ടുള്ള ആൾക്കാരാണ്. അത് കുറെ കീറിയുടെ ആൾക്കാർ. കീറാൻ വരുന്നവരോട് പക്ഷെ മറുപടി കൊടുക്കാറുണ്ട് ചിലതൊക്കെ സ്നേഹത്തോടാണ് മറുപടി കൊടുക്കുക. ഞാൻ ചോദിക്കും എന്തപ്പോ അങ്ങനെ തോന്നാൻ ചിലരോട് കേട്ടോ. അപ്പൊ ഈ പേരൊക്കെ ഉള്ള ആൾക്കാർ, അല്ലാണ്ട് ഈ ഒട്ടും അൺനോൺ ആയിട്ടുള്ള അങ്ങനത്തെ നമുക്ക് കാര്യമില്ലല്ലോ. അവരത് ഉദ്ദേശിച്ചല്ല ചെയ്യണേ. നമ്മളൊരു പോസിറ്റീവ് ക്രിറ്റിസിസം ഒന്നല്ല അവർ ഉദ്ദേശിക്കണേ. ഇപ്പൊ ചില ആൾക്കാർ ഭയങ്കര സത്യസന്ധമായിട്ട് വിശ്വസിക്കുന്ന കാര്യങ്ങൾ എഴുതിയിടും. അപ്പൊ അത് ഭയങ്കര എന്താ പറയാ അപ്പൊളിറ്റിക്കലായിരിക്കും. ചിലപ്പം എന്താ പറയാ ഭയങ്കര നോൺസെൻസ് ആയിരിക്കും. ഒരു ജനറലി സമൂഹത്തിനൊട്ടും പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർ എഴുതുന്നത്. അപ്പം ചോദിക്കും, നിങ്ങളെ കൊണ്ട് എന്താ ഇങ്ങനെ പറയിപ്പിക്കണേ എന്നുള്ള രീതിയിൽ, നിങ്ങൾ എന്താ അങ്ങനെ ആലോചിക്കാൻ കാരണം എന്നൊക്കെ ഒരു കോൺവെർസേഷൻ ഇനിഷ്യേറ്റ് ചെയ്യും. അപ്പോൾ അവർ വളരെ ടോൺ ഡൗൺ ആയി നല്ല സ്നേഹത്തിലൊക്കെ സംസാരിക്കും. ചിലർ അറിയാണ്ട് കൈതട്ടിയിട്ടാണ്. അതൊക്കെ ഏറ്റവും കോമഡി. ഫുൾ നമ്പറൊക്കെ എടുക്കും. അയ്യോ ഇങ്ങനെ പറ്റിപ്പോയതാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോശം ഭാഷയിലൊക്കെ ചിലർ മെസ്സേജസ് ഇടുമല്ലോ. എനിക്ക് മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഞങ്ങൾ ഇരിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ സംസാരിക്കും. അപ്പം അവരത് വെറുതെ ഒരു അറ്റൻഷൻ കിട്ടാനൊക്കെ വേണ്ടി ചെയ്തു നോക്കി. അവരുടെ ഫ്രസ്ട്രേഷൻസും ഒക്കെ ആയിരിക്കും റീസൺ. പാട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട് പാട്ടിലൂടെ പറയാം
പാട്ട് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. ഞാനൊക്കെ ഇപ്പോഴും ചില കാര്യങ്ങൾ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടി മുമ്പ് സോർട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, അതുകൊണ്ട് വെച്ചാൽ ഞാൻ അതിനുവേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യും ഇപ്പം. പക്ഷെ നമുക്ക് ഏജ് കൂടുന്തോറും നമുക്ക് ഈ പഠിത്തം എന്ന് പറഞ്ഞ സാധനത്തിനോടുള്ള ഒരു എന്താ പറയുക സ്കില്ലും സ്പീഡും ഒക്കെ സ്വാഭാവികമായിട്ടും കുറയും. അതൊരു ഫാക്റ്റാണ്. അപ്പം അതുകൊണ്ട് ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ പഠിക്കേണ്ട കാര്യങ്ങൾ, വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിച്ചാൽ അത്രയും നമ്മൾക്ക് കോൺഫിഡൻ്റ് ആവും. നമ്മൾ വളരെ എന്താ പറയുക കുറേ കാര്യങ്ങൾ നമ്മൾ സോർട്ടഡ് ആവും. അപ്പോൾ അത് മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും അതൊരു എക്സസൈസും ആണ്. അറ്റ് ദ സെയിം ടൈം ഒരു അതിൻ്റെ നോളജ് പാർട്ട് നമ്മൾ പഠിച്ചാലേ കിട്ടുള്ളൂ. ഹിന്ദുസ്ഥാനി ഓർ കർണാട്ടിക് എന്ന് വെച്ചാൽ സിത്താര എന്ത് പറയും? രണ്ടും പഠിച്ചിട്ടുള്ള ആളാണ്. പഠിച്ചു പറഞ്ഞാൽ ഞാൻ ഇവിടെ എല്ലാവരും കർണാട്ടിക് മ്യൂസിക്കാണ് പഠിച്ചു തുടങ്ങുന്നത്. അങ്ങനെയുള്ളൊരു ട്രെയിനിങ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കുറച്ചുകൂടി ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് പർസ്യൂ ചെയ്തിട്ടുള്ളത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കാണ്. ഇതിൽ ഇനിയും സമയം ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, രണ്ടാമത് ഞാൻ പാട്ടുകൾ വേറെ രീതിയിൽ കേൾക്കാൻ തുടങ്ങി എന്നൊക്കെ ഉള്ളത്. എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക ക്ലാസിക്കൽ ട്രെയിനിങ് ഒക്കെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് തന്നെ മുമ്പൊക്കെ ചെയ്തിരുന്ന പോലെ ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം ഇപ്പം തോന്നുന്നുണ്ട്. ഇത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പോസ് എടുത്തിട്ട്. ഹിന്ദുസ്ഥാനി ക്ലാസിക്കലാണ് ഞാൻ കൂടുതൽ കാലം ട്രെയിനിങ് എടുത്തിട്ടില്ല. ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തതൊക്കെ അല്ല. പാകിസ്ഥാനി പാട്ട് കേട്ടു എന്ന് പറഞ്ഞു, അത് പാടിത്തരാൻ പറഞ്ഞ പാടിത്തരോ? കുറേ പാട്ടുകളുണ്ട്. ഞാൻ ഇവരുടെയൊക്കെ പാട്ടുകളെയും നമ്മുടെ നയ്യാറാനൂർ അല്ലെങ്കിൽ ഫരീദ ഖാനും ഇക്ബാൽ ബാനു. ദശ്ത് തൻഹായി में ए जाने जहां लरज़ा है तेरी आवाज़ के साए तेरे होठों के सराय दश्त तन्हाई में दूरी की हंसो खाक तले खिल रहे हैं तेरी पहलू के समन और गुलाब. ഇത് ഇൻസ്റ്റാഗ്രാമിൽ പാടിയിട്ടിട്ടുണ്ട് ഉണ്ടല്ലേ? മുമ്പ് മൈക്കും ഒരു സ്ഥലത്ത് ഇരുന്ന് ഓഡിയോ റെക്കോർഡറും വെച്ചിട്ട് പുറത്തെവിടെയാ പോയപ്പോ. സൂപ്പർ. മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് വെച്ചാൽ ഇത് പാട്ടിൽ മറുപടി തരാം, അല്ലാതെ സംസാരിച്ച് മറുപടി തരാം. എൻ്റെ പാട്ടിൽ മറ്റേ പാട്ട് തന്നെയാണ്. കുറേ പാട്ടിൽ ഒന്നതാണ് പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ നീ എൻ്റെ തൂവൽ ചേല ഉലച്ചു കടന്നില്ലേ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്? എൻ്റെ അമ്മയ്ക്കോ അങ്ങനെ പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് എന്ത് പാടിയാലും ഇഷ്ടമാണ് തോന്നുന്നുണ്ട്. അങ്ങനല്ല, അവര് ഭയങ്കര ഒക്കെ നന്നാവണം എന്നുള്ള ആഗ്രഹത്തിലാണല്ലോ. അച്ഛനമ്മ ഇപ്പോഴും പഴയ സ്കൂളിൽ കോമ്പറ്റീഷൻ മൂഡിലാണ്. ചില തെറ്റിയിട്ടുണ്ടാവരുത് എന്നൊക്കെ വിചാരിച്ചു. ഞാൻ സ്റ്റേജിൽ പോയി വന്ന് എപ്പോഴും ചോദിക്കും എന്നാ എങ്ങനെ പാടി, ആൾക്കാരെന്താ പറഞ്ഞ? ഞാൻ എനിക്കറിയില്ല, കുറെ ആളുണ്ടായിരുന്നു, അവരിപ്പോ എന്താ പറയണത് എനിക്കറിയില്ല പറയും. അച്ഛൻ എന്നിട്ട് അമ്മേനെ ഇങ്ങനെ വെറുപ്പിക്കും ചോദിച്ചിട്ട്. എന്താ കുഞ്ഞാവ് പറഞ്ഞു? അച്ഛൻ ദുബൈയിലാണ് ഇപ്പോൾ, അവിടെ കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുക. അപ്പം ഞാൻ പ്രോഗ്രാമിന് പോയാൽ അമ്മ പറയും അച്ഛനെ കൊണ്ട് ഒരു തൊഴിലില്ല. അച്ഛൻ വിളിച്ച് ചോദിക്കുന്നു എന്തായി, അവരെന്താ പറഞ്ഞു, ആൾക്കാരുണ്ടായിരുന്നോ പരിപാടിക്ക്, ആൾക്കാർ നല്ലത് പറഞ്ഞോ, ഇതൊക്കെ ചോദിക്കുന്നു. അപ്പം അമ്മ ചോദിക്കുന്നത് നേരിട്ട് വിളിച്ച് ചോദിച്ചുകൂടെ? അപ്പൊ ഞാൻ അതൊന്നും പോച്ചവിടുന്ന് ഇപ്പോഴും കൺസേൺ. പിന്നെ ടി വിയിൽ പരിപാടി വരുമ്പോഴാണ് നമ്മൾ ഓൾറെഡി ചെയ്ത ലൈവ് ഷോസ് ഒക്കെ ടി വിയിൽ വരുമല്ലോ. അപ്പൊ നമുക്ക് ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എററോ അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ എന്തൊക്കെ സംഭവിച്ചു, ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും നമുക്കറിയാം. അപ്പൊ ഞാൻ അങ്ങനെ സൂക്ഷിച്ച് നോക്കും. അപ്പൊ അച്ഛൻ ചിലപ്പോൾ വന്നിരുന്ന് കാണും. അപ്പൊ ഞാൻ ടീച്ചറാ ഇപ്പൊ പൊക്കൂല. അപ്പൊ എവിടെയെങ്കിലും അബദ്ധം വരുന്ന തോന്നുന്ന സ്ഥലത്ത് ഞാൻ അച്ഛനോട് അച്ഛനോട് ഏതാ അച്ഛന് ഈ അങ്ങനെ എന്താ പറയാ പാട്ടിന് ധാരണയുള്ള ആൾ. അച്ഛൻ പാടും ചെയ്യും നന്നായിട്ട്. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചാ കേൾക്കുക. പണ്ടൊക്കെ ഞാൻ ലളിതാന മത്സരത്തിലൊക്കെ പോകുമ്പോൾ അച്ഛൻ അടുത്ത പറമ്പിലൊക്കെ പോയി നോക്കും പേടിച്ചിട്ടേ. ടെൻഷൻ കാരണം ഞാൻ പാട്ടിന് സ്റ്റേജിൽ കയറിയ ഭയങ്കര പേടിയാ. അമ്മയാണ് പിന്നെയും ധൈര്യം കാണിച്ച് നിൽക്കുക അവിടെ. അപ്പൊ ഇപ്പോഴും ഇങ്ങനെ അച്ഛൻ ചോദിക്കുക എന്താ എല്ലാരും പറഞ്ഞേ. അച്ഛന്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ ചെറിയ കുട്ടിയാ. അപ്പൊ ഈ സിനിമയിലെ പാട്ട് കേട്ടിട്ട് അച്ഛനും അമ്മ എന്തെങ്കിലും പറയാറുണ്ടോ? ഞാൻ ചിലപ്പോ ഒരുമിച്ച് അച്ഛൻ ഇങ്ങനെ അവര് ചിലപ്പോ കണ്ടുപിടിച്ച് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ കേട്ടോളന്നൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ അച്ഛനൊക്കെ വരുന്ന സമയത്ത് അടുപ്പിച്ച് വണ്ടിയിലിരുത്തിയിട്ടോ ഒക്കെ എല്ലാ പാട്ടും അടുത്ത് പാടിയ പാട്ടുകള് ഇപ്പൊ നോൺ ഫിലിം ആണെങ്കിലൊക്കെ നമുക്ക് മാസ്റ്ററൊക്കെ വരുമല്ലോ ഫോണില്, അതിങ്ങനെ കേൾപ്പിക്കും. അപ്പൊ ചിലതൊക്കെ അടിപൊളി കുഞ്ഞാന്നൊക്കെ കൊണ്ട് പറയും. റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരോട് സിത്താരയ്ക്ക് മൈൻഡ്ഫുൾ ആയിട്ട് പങ്കെടുക്കുക എന്നുള്ളതാണ്. അത് എന്താ പറയാ, അതൊരു വളരെ രസമുള്ള ഒരു കാലമായിരിക്കും. നമുക്ക് പലതരം
ജോണറുകൾ എക്സ്പെരിമെൻ്റ് ചെയ്യാനും നമ്മളുടെ സ്കില്ല് തൊണ്ട വഴക്കം എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ ഏറ്റവും ഷാർപ്പായിരിക്കുന്ന ഒരു സമയമാണ്. കാരണം നമ്മൾ പേർത്തും പാടുകയാണ്, പലതരത്തിലുള്ള പാട്ടുകൾ പാടുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കും നമ്മളെ ഒന്ന് റീഡിഫൈൻ ചെയ്യാനുണ്ട്. അതിനകത്ത് നമ്മളെല്ലാം വേറെ ആൾക്കാരെ പാട്ടല്ലേ പാടുന്നത് റിയാലിറ്റി ഷോയിൽ. അപ്പം അത് കഴിയുമ്പോഴാണ് നമ്മളുടെ മ്യൂസിക് എന്താണ്, നമ്മളുടെ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളതൊന്ന് കണ്ടുപിടിക്കണ്ടേ. അത് എക്സ്പ്ലോർ ചെയ്യാനൊരു സമയം നമ്മൾ കൊടുക്കണം എല്ലാവരും. കോമ്പറ്റീഷനിൽ വരുമ്പോഴാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ, ആളുകളുടെ അഭിപ്രായങ്ങൾ, അതിലും ഉണ്ടാവും ആൾക്കാർ അഭിപ്രായം പറയാനൊക്കെ, പുറത്തുനിന്നുള്ളവരും ഒക്കെ. ഫാൻ ഗ്രൂപ്പുകളും ഫാൻ ഫൈറ്റും ഒക്കെ അതിലും ഉണ്ട്. അപ്പം അതൊന്നും അങ്ങോട്ട് ഉള്ളിലേക്ക് എടുക്കാതിരുന്ന് ഈ ഒരു പ്രോസസ്സിനെ എൻജോയ് ചെയ്യാന്നുള്ളത്. പല പാട്ടുകൾ കേൾക്കാനൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഗൈഡ് ചെയ്യാൻ ഒരുപാട് മെൻറ്റേഴ്സും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ തേച്ച് മിനുക്കാൻ പറ്റിയൊരു സമയമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങ് വിട്ടേക്കാം. പിന്നെ നമ്മുടെ വഴി എന്താന്ന് കണ്ടുപിടിച്ച് പോവാം. ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണോ ഇപ്പോഴത്തെ കാലത്ത്? ഇന്നവേ ആണ്, ഇന്നവേ അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് നല്ല ടാലൻസിനെ നമ്മൾ അതുവഴി കാണുന്നുണ്ട്. അത് മാത്രമൊന്നുമല്ല വഴി എന്നുള്ളത്. ഈ ഒരു കോമ്പറ്റീഷൻ്റെ ഒരു പ്രഷറോ അതൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർ അതിന് ചെയ്യരുത്. കാരണം ചിലപ്പോൾ നേരെ നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും. ഒരാൾ നശിച്ചു പോകാനും അത് ധാരാളമാണ്. കാരണം കോൺസ്റ്റൻ്റ് ആയിട്ട് ആൾക്കാർ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു സ്പിരിറ്റ് ആകെ നശിച്ചു പോകും. അപ്പം അതൊന്നുമല്ല നമ്മുടെ വഴിയെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ കാണുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള മെയിൻ സ്ട്രീം ആയിട്ടുള്ള സിംഗേഴ്സിൽ പലരും റിയാലിറ്റി ഷോ വഴി വന്നവരല്ല, എന്നാൽ അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. 3 റിയാലിറ്റി ഷോയിൽ അടുപ്പിച്ച് ഫസ്റ്റ് അടിച്ച ആളുണ്ട്. എൻ്റെ സമയത്ത് എന്താ വെച്ചാൽ കോമ്പറ്റീഷൻസ് ആയിരുന്നു നമുക്കിതൊക്കെ എന്താ പറയുക പ്രസൻറ്റ് ചെയ്യാനും പെർഫോം ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആ വഴി ചൂസ് ചെയ്തുകൊണ്ട് അതിനോട് ഒത്തിരി ശീലായി. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ മുതലേ ഇത് നമ്മൾ ആളുകളുടെ മുമ്പിൽ ഈ മത്സരം എന്നുള്ള രീതിയിൽ ചെയ്ത് ശീലായില്ലോ. അപ്പം അതൊക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ പ്രഷർ എടുക്കണം നിർബന്ധമൊന്നുമില്ല. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർക്ക് പാടാം. ഒരേ സമയത്ത് അന്ന് അങ്ങനെ പറ്റും. അന്ന് ഈ ഒരു ചാനലിൽ മാത്രമല്ല, നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് എല്ലാത്തിലും പങ്കെടുക്കാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ 3 ചാനലിൻ്റെ കോമ്പറ്റീഷനിൽ ആഴ്ചയ്ക്ക് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെ പോയിട്ട് മത്സരിച്ച് വരും. അന്ന് മറ്റേ ഒറ്റ റൗണ്ടും അല്ല, നമ്മളിങ്ങനെ ഫൈനൽസ്, സെമി ഫൈനൽ, ക്വാർട്ടർ ഫൈനൽ, ആ രീതിയാണ്. അപ്പം അങ്ങനെ കുറേ സുഹൃത്തുക്കളൊക്കെ കിട്ടിയിട്ടുണ്ട്. അന്നുള്ള ഫ്രണ്ട്സാണ് ഇപ്പോഴും. ഇപ്പൊ നജീം ആവട്ടെ, മൃദുല, കുറെ പേര്, ഇപ്പൊ അഞ്ജു ജോസഫ്, ശിഖ, ഇവരെല്ലാരും ഞങ്ങൾ അങ്ങനെ ആ സമയത്തുള്ളവരാ. അപ്പൊ ഭയങ്കര കൂട്ടാ. ഈ പാട്ട് നിങ്ങൾ അപ്പം ആദ്യമായിട്ട് കേൾക്കുന്നതാണോ അല്ലേന്ന് ഇപ്പൊ ഇവിടുന്ന് സംശയം ചോദിച്ചു. അതായത് ജഡ്ജായിട്ടിരിക്കുമ്പോ അപ്പൊ കേൾക്കുന്നതാണോ അതോ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ട് അപ്പൊ നിങ്ങൾ റിയാക്ഷൻ ഇടേണ്ടി വരുമോ? അപ്പൊ പാടുന്നു. കുട്ടികളെല്ലാരും ഫുൾ പ്രാക്ടീസ് ചെയ്തിട്ട് സിംഗിൾ ടേക്ക് ആണ്. അത് ഭയങ്കര ടാലന്റഡ് ആണ് എല്ലാവരും. ഞെട്ടിക്കും. വന്ന പോലെ ആയിരിക്കില്ല 2-3 റൗണ്ടൊക്കെ കഴിയുമ്പോഴേക്കേ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയമായിരിക്കും. അപ്പോൾ എല്ലാം സിംഗിൾ ടേക്ക്. അപ്പോൾ ചിലരൊക്കെ അഭിപ്രായം ഇങ്ങനെ ചോദിക്കും, ഇത് റെക്കോർഡഡ് ആണ്, പ്രീ റെക്കോർഡഡ് ആണെന്നൊക്കെ പറയേ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അവിടെ വരൂ, സ്റ്റുഡിയോയിൽ വന്നിട്ട് 1 ദിവസം കാണും, അപ്പോഴാണ് മനസ്സിലാവേ കുട്ടികൾ എടുക്കുന്ന എഫേർട്ട് എത്രയാന്നുള്ളത്. ഏട്ടം കഫേ കൊച്ചിയുടെ നൈറ്റ് ലൈഫിൽ ഒരു മെയിൻ കോൺട്രിബ്യൂട്ടർ ആണ്. 3 മണി വരെ കഫേ ഉണ്ട്, വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. സിത്താര അവിടെ വന്നിരിക്കാറുണ്ടോ? ഞാനതേമാതിരി വന്നിരിക്കും. എൻ്റെ ഹസ്ബൻഡാണ് കൂടുതലും അതിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആള്. മൂപ്പര് ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ഇടത്തില്ല. അങ്ങനെ ആഗ്രഹം ഉണ്ടായത്. ഏട്ടന് കോഫി ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടന് ആകെ ഉള്ളൊരു എന്താ പറയാ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് കാപ്പി കുടിക്കലാണ്. അപ്പം യാത്ര ചെയ്യുമ്പോഴും ഒക്കെ പുറത്തൊക്കെ പോകുമ്പോൾ പല തരത്തിലുള്ള കോഫി ബീൻ എന്നുള്ള ആ റോസ്റ്റൊക്കെ നോക്കി അതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ പല സ്ഥലത്ത് പോകുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്കൊന്നും തുടങ്ങണം എന്നൊരാഗ്രഹം വന്നിട്ട് ഞാനതിന് കൂടെ നിന്ന് എൻ്റെ ഡിസൈനിലും ഒക്കെ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തു. ഞങ്ങളുടെ മുകളിൽ ഇൻസ്റ്റിറ്റ്യൂട്ടും അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ്, ഫസ്റ്റ് ഫ്ലോറിൽ. അങ്ങനെ ഇടം എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഇരിക്കാനൊരു സ്പേസ്. അപ്പൊ അത് ആരാ ക്യൂറേറ്റ് ചെയ്യുന്നതും ഇന്ന ഫുഡ് വേണമെന്നൊക്കെ തീരുമാനിക്കുന്നത്? ആദ്യം ഞങ്ങൾക്കൊരു ടീം ഓഫ് ഷെഫുമാരുണ്ടായിരുന്നു. അവരുമായിട്ട് സംസാരിച്ച് നമ്മളുടെയൊക്കെ ഒരു ഇഷ്ടങ്ങളും പല സ്ഥലത്തും നമ്മൾ കഴിച്ച സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഒരു സാധനം ചെയ്തത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് റിവ്യൂ ഉണ്ടാവും, ചിലപ്പോൾ അതൊന്ന് മാറ്റും, മെനു ഒക്കെ ചെറിയ ചേഞ്ചസ് വരുത്തും, പുതിയ ആൾക്കാരൊക്കെ സ്റ്റാഫൊക്കെ മാറുന്ന സമയത്ത്. അങ്ങനെ ഒരു രീതിയിൽ ഒരു സ്പേസ് ഉണ്ടാവും എല്ലാവർക്കും ഒന്ന് ഇരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യാനൊക്കെ ഒരു സ്പേസ് എന്നുള്ള രീതിയിൽ തുടങ്ങിയതാ. മമ്മൂക്കന്റെ വീട് പഴയ വീട്. അതെ അതെ, ഭയങ്കര മമ്മൂക്ക ഫാനാണെന്ന് കേട്ടിട്ടുണ്ട്. എത്ര വലിയ മമ്മൂക്ക ഫാനാണ്? ഭയങ്കര മമ്മൂക്ക ഫാനാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എന്നെ നാട്ടിക്കരുത്. പക്ഷെ ഞാൻ ഭയങ്കര മമ്മൂക്ക ഫാനാണ്. ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ലേ, ലൗഡായിട്ട്. എല്ലാവരും ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയില്ലേ. എനിക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. മോഹൻലാൽ സിനിമകൾ ഒരു എന്താ പറയാ ആർട്ട് ലവർ എന്നുള്ള രീതിയിൽ അന്തം വിട്ടിട്ട് കാണുന്ന ആളാണ്.
പക്ഷെ എത്രയാന്ന് ചോദിച്ചാൽ എങ്ങനെ അറിയോ, ഇപ്പൊ ലാലേട്ടൻ്റെ ഒരു പടത്തിന് പോവുകയാണെങ്കിൽ ഞാൻ അങ്ങനെ വിചാരിക്കും എനിക്ക് ഇഷ്ടപ്പെടണേ, നല്ല സിനിമയാവണേ, മൂപ്പര് നല്ല പെർഫോമൻസുകൾ ഉള്ള പടമായിരിക്കണമെന്ന് ആഗ്രഹിക്കും. മമ്മൂക്കയുടെ പടമാകുമ്പോൾ ഞാൻ എല്ലാവർക്കും ഇഷ്ടമാവണേ, എല്ലാവർക്കും ഇഷ്ടമാണ്, അതാണ് എനിക്ക് എന്തായാലും ഇഷ്ടമാവും, എനിക്ക് എങ്ങനെയായാലും ഇഷ്ടപ്പെടും, ബാക്കിയുള്ളവർക്കും ഇഷ്ടമാവണേ പറഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കും, എല്ലാവർക്കും ഓക്കെ അല്ലേ, അത്രയ്ക്ക് വലിയ ഫാനാ ഞാൻ. ഈ അടുത്ത ഓരോരുത്തരെ പറയാൻ പോകണം അവർക്ക് ഏത് പാട്ട് ക്യൂറേറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളതാണ് ഈ റൗണ്ടിൽ. മമ്മൂക്കൊക്കെ എനിക്ക് തോന്നുന്നു പഴയ ഹിന്ദി സോങ്സ് ഒക്കെ ഇഷ്ടമുള്ള ആളാണ് തോന്നുന്നു, അല്ലെങ്കിൽ പഴയ പാട്ടുകളൊക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചിലപ്പം അവിടുന്നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. മമ്മൂക്കുള്ള പാട്ടാണത് ഫ്രം സിത്താര. എന്തെങ്കിലും പാടിക്കൊടുത്തിട്ടോ? ഇല്ല, മമ്മൂക്കയ്ക്ക് പാട്ട് പാടിക്കൊടുക്കുകയല്ല, ഞാൻ മറ്റേ ഗാനഗന്ധർവനിൽ പോയില്ലേ, അപ്പൊ ആ സമയത്ത് ഞാൻ മമ്മൂക്ക ഇങ്ങനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മമ്മൂക്ക ഇങ്ങനെ പറഞ്ഞു, നീയല്ലാതെ ആരുണ്ട് എനിക്ക് പറഞ്ഞ പാട്ട് കേട്ടിട്ടുണ്ട് മമ്മൂക്ക ഇതിൽ പാടിയിരിക്കുന്നത്, അതിന് അത്ര സ്പീഡില്ല കേട്ടോ ശരിക്കും, അങ്ങനെ പറഞ്ഞു എന്നോട്. പിന്നെ ഞങ്ങളുടെ ഇടത്തിൽ വന്നിട്ടുണ്ട് ഒരിക്കൽ, വീടുള്ള സമയത്ത് ഒരു ദിവസം നമുക്ക് അവിടെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ ഒരു ദിവസം ഒരു രാത്രിയായപ്പോ വന്നത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡന്റാ. ഞങ്ങളുടെ അവിടെ ഒരു സ്റ്റാഫ് പയ്യൻ അന്ന് ആദ്യമായിട്ട് വരുന്ന ദിവസം അവിടെയുള്ള ബാക്കി സ്റ്റാഫുകളൊക്കെ ഇവനെ വെറുതെ ഇങ്ങനെ ഇതാക്കാൻ പറയില്ലേ, മമ്മൂക്ക ഉണ്ട് ഇവിടെ, മമ്മൂക്ക വരും ഇവിടെ എന്നൊക്കെ തമാശക്ക് പറഞ്ഞു. അന്ന് വന്നു മമ്മൂക്ക, ആ ദിവസം വന്നതേ, അന്ന് വന്നു. അപ്പൊ അവനെ സംബന്ധിച്ചാൽ അവര് തമാശയാക്കാൻ വേണ്ടി പറഞ്ഞതാ. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോ എന്താ വെച്ചാൽ അവിടെ ഒരു സ്വിംഗ് ടേബിൾ ഉണ്ട്, ഒരു ചെയർ ഉണ്ട്. അപ്പൊ മമ്മൂക്ക ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുക, വിളക്ക് കൊളുത്തിയമാരുണ്ട് കാണാൻ, ഒരു കട്ടൻ ചായയൊക്കെ പിടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക, നമുക്ക് റോയലായിട്ട് ഇരിക്കും. ഞാൻ നോക്കുമ്പോൾ ഇവനകത്തുനിന്ന് മറ്റേ കഴുകണ പാത്രം എന്തോ വാഷ് ചെയ്യാതെ തോന്നുന്നു, അവിടുന്ന് ഓടി വന്നിട്ട് മമ്മൂക്കയുടെ മുന്നിൽ ഒരു ഷോക്ക് കാരണേ, ആരോ ഒരാൾ അവൻ അങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോയി ഊഞ്ഞാലിരിക്കുമ്പോ. പക്ഷെ പിന്നെ മമ്മൂക്ക മാതൃഭൂമിയുടെ നമ്മുടെ ഒരു ഇവന്റിന് വേണ്ടിയിട്ട് അവിടെ വന്നിരുന്ന ഫാമിലീസിനൊക്കെ മീറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മുടെ മുകളിൽ വന്ന എല്ലാ സ്റ്റാഫിന്റെ കൂടെയും ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര ഒരു പ്രസൻസ് ആയിരുന്നു. സൂപ്പർ. സുഷിൻ ശ്യാമിന് ഏത് പാട്ട് പാടിക്കൊടുക്കും? സുഷിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടിലൊന്ന് ഇതാണ്, തീരമേ തീരമേ നീറുമല കടലാഴമേ ദൂരമേ. ആ പാട്ട് പാടി കൊടുക്കണ്ടല്ലേ, സുഷിന്റെ പാട്ടാ. മൗസിന് ഈ ഒരു പാട്ട് എനിക്കിഷ്ടം, കന്നിമാവിൻ ചോട്ടിലന്ന് നീ വിളിച്ചല്ലേ പണ്ട് ഉണ്ണിമാങ്ങ പാഞ്ഞെടുക്കാൻ മത്സരിച്ചില്ലേ. ആ പാട്ട് അത് ഷെരീഫ് കിടന്നാ ഞാൻ പഠിച്ചത്. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ജേക്സ് ബിജോയ്ക്ക് ഏത് പാട്ട് കൊടുക്കും? ജേക്ക് ചേട്ടന് ആക്ച്വലി ചായപ്പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ജേക്ക് ചേട്ടൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് ചായപ്പാട്ട്. നമ്മൾ അന്ന് കോൺവെർസേഷൻ ഉണ്ടായില്ലേ കൾച്ചറിന്, അന്നും പറഞ്ഞിരുന്നു. അപ്പൊ എപ്പോഴും അത്തരം പാട്ടുകൾ ചെയ്യണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര എന്താ പറയുക, നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിപ്പിക്കുന്ന കുറേ ഇത്തരം ഇങ്ങനെ ആളുകളുണ്ട്. എനിക്ക് ഈ ചായപ്പാട്ടിന് തന്നെ ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴേ അപ്പോൾ നമുക്ക് ഓക്കെ ഇതാണ് നമ്മളുടെ ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ഇടം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ. കാരണം പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാണ്ട് കണക്ട് ചെയ്തിട്ടുള്ളതല്ലേ ആൾക്കാർ. അപ്പം അങ്ങനെ ചിലപ്പോൾ ചായപ്പാട്ടിന് ഒന്നുകൂടി പാടി കൊടുക്കും. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനേ. അപ്പോൾ ഇതില് ഭയങ്കര മെലോഡിക് വോയിസ് ആണ് സിത്താരയുടേന്ന് പൊതുവെ കോമൺ മാൻ എന്ന് തോന്നുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇതിൽ ഞാൻ റീന എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് ഭയങ്കര ഡിഫറെന്റ്. ഇപ്പൊ ഇറങ്ങിയ പാട്ട് ഫോക്ക് ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ ഞാൻ പാടുന്ന കുറെ പാട്ടുകൾക്ക്. അത് ആ ഒരു റേഞ്ച് കുറെ ആൾക്കാർ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ലോ മിഡ് അതിൽ എക്സ്ട്രീം ലോ ഒക്കെ ലോ എൻഡ് ഒക്കെ ഉപയോഗിക്കുമ്പം ഇപ്പൊ ഞാൻ തന്നെ പാടിയ പാട്ട്, ഇപ്പൊ നമ്മുടെ തന്നെ ബാൻഡിന്റെ സോങ്സ് ഉണ്ട്, ഇപ്പൊ പൂമാതയൊക്കെ അങ്ങനത്തെ പാട്ടാ. പിന്നെ ഒരു ഫോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയ ആണ് ഫോക്ക് ഇൻ ബിറ്റ്വീൻ ഫോക്ക് ആൻഡ് ക്ലാസിക്കൽ എന്ന് പറയുന്നത്. അപ്പം അത് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഈ തെയ്യത്തിന്റെ തോറ്റത്തിനോടൊക്കെ സമാനമായിട്ടുള്ള ഒരു പാട്ടാ. ഏലേലം കിളിയിലെ റാപ്പ് പോലെയാണോ അത്? ഒരു ടങ് ട്വിസ്റ്റർ എന്നേ ഉള്ളൂ, റാപ്പ് പോലെ ഇല്ല. അരി പൊടി ഉരി അളന്നിട്ട് തരി കളഞ്ഞിട്ട് പൊടി കളഞ്ഞിട്ട് കഴുകിയിട്ടിട്ട് തിളയ്ക്കുമ്പോ തവി മറക്കല്ലടിയെ, അങ്ങനത്തെ ചില ഐഡിയാസ് ആര്യേട്ടനോട് പറഞ്ഞപ്പോ അങ്ങനെ. എന്താ ഐഡിയ പറഞ്ഞ? ഞാൻ പറഞ്ഞത് ഒരു പെൺകുട്ടിയുടെ പരിസരം ഉണ്ടല്ലോ,
നാടൻ ആയിട്ടുള്ള ഇത് വേണം, എന്താ പറയുക, വാക്കുകളുടെ ഒരു ചോയ്സ് ഓഫ് വേർഡ്സ് നമുക്ക് അങ്ങനെയുള്ളതായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പുള്ളി ഇങ്ങനെ എഴുതി തന്നത്. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ യാത്ര പോലെ തോന്നിക്കുന്നത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. അപ്പം ഒരു മ്യൂസിക്കൽ സ്റ്റാർ ജാം ആയിരുന്നു. ലാസ്റ്റ് ഞങ്ങൾക്ക് ഏത് പാട്ട് പാടി നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം? ഈ ചായനി എന്ന് പറഞ്ഞ സിനിമയിലൊരു പാട്ടുണ്ട്, എനിക്ക് ഇഷ്ടം, അത് എപ്പോഴും പാടാൻ പറ്റാറില്ല. അമ്പിളിപ്പൂവുകൾ കണ്ടില്ല കേട്ടില്ല, കമ്പിളിക്കാർമുകിൽ വന്നില്ല പേരില്ല, കാഞ്ഞങ്ങാട്ടേക്കല്ല കാനത്തൂരേക്കല്ല, പ്രേമനദി പേറിപ്പോയി പിറാവ്. ഈ ശബ്ദം എവിടുന്ന് വരുന്നത്? അതാ ലോ വരുമ്പോ അങ്ങനെയാണ് സൗണ്ട് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ എപ്പോഴും ഓരോരുത്തർ ചോദിക്കുമല്ലോ, ഇപ്പൊ ഈ സ്ഥലത്തൊക്കെ എത്തുമ്പോ ഇങ്ങനെയാ അത്. ഇതിലെ ഏത് സ്ഥലത്താണ് ഇത് ചൂസ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും ആണെങ്കിൽ അവിടെ ഇപ്പൊ നീ മുഖിലോ അവിടെയാണ് അത് നിക്കണേ. അപ്പൊ അതിപ്പോ ചെരാതുകൾ ആണെങ്കിൽ ഒരു മിഡിലാണ് നിക്കണേ. അതല്ല ഇപ്പൊ താഴത്തെ റേഞ്ചിലുള്ള പാട്ടാണെങ്കിൽ അവിടെയാ. അതുകൊണ്ടാണ് അങ്ങനെ. അല്ല എന്റെ ശബ്ദത്തിൽ ഞാൻ അങ്ങനെ ഒരു ഗിമ്മിക്കോ മാറ്റണമൊന്നുമില്ല. അവരുടെ കോമ്പോസിഷൻ ഏത് ഏരിയയിലനുസരിച്ചിട്ട് അത് അങ്ങനെ സൗണ്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അല്ല ഞാൻ ചിലപ്പോൾ മാറ്റി മാറ്റി പാടുന്ന പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മാറ്റണില്ലല്ലോ. സൂപ്പർ, താങ്ക് യു സോ മച്ച് സിത്താര. അപ്പം ഇനിയും ഒരുപാട് ഇതുപോലത്തെ ചുട്ടുമണി പാട്ടുകൾ വരട്ടെ. താങ്ക് യു. ഒരു ടൺ കണക്കിന് ഫൺ ഞങ്ങൾക്ക് വേണ്ടി മ്യൂസിക്കലി പറയോ? ടൺ കണക്കിന് ഫൺ. സൂപ്പർ.